പിന്നെ ഇവിടെ ഇന്നലെയൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയത് മൊത്തത്തിലൊരു എവിടെയോ ഒരു കല്ലുകടി എല്ലായിടത്തും ഉണ്ടായിരുന്നു. അതിനിപ്പം എന്തിൻ്റെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കുഴപ്പമില്ല. ഇനിയിപ്പം ഞാൻ നിന്നിട്ട് നോമിനേഷൻ റിജക്റ്റ് ചെയ്ത് സംഘടനയ്ക്കൊരു പ്രശ്നം ഉണ്ടായി ഒരു പ്രശ്നം ആകുന്നതിലും എത്രയോ നല്ലതാണ്. അപ്പോൾ ഉറപ്പില്ലാത്ത അവസ്ഥയിൽ നിന്നുകൊണ്ട് ഞാൻ ഒരു 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 സംഘടനയുടെ, അതും 2020 NDAയുടെ ഭാഗമായിട്ട് ഞാൻ അങ്ങനെ ഉറപ്പില്ലാത്ത രീതിയിൽ ഞാൻ എങ്ങനെ കൊണ്ട് നോമിനേഷൻ കൊടുക്കും? കാരണം ഞാൻ വളരെ ഇപ്പോൾ എല്ലാവരും ചോദിക്കും, ഇത്രയും വലിയൊരു നിയമസഭാ ഇലക്ഷൻ ഇത്ര ലാഘവത്തോടു കൂടിയാണോ കാണുന്നത്? ചേച്ചി ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലേക്ക് കടക്കുന്ന സമയത്ത് പല വാർത്തകളും പുറത്തു വരുന്നു, പിന്മാറി എന്ന തരത്തിലൊക്കെ. എന്താണ് അതിൻ്റെ വാസ്തവം ഞാൻ തന്നെയാണല്ലോ വീഡിയോ ഇട്ടത്. അതിനകത്ത് സത്യസന്ധമായിട്ടുള്ളതുകൊണ്ടാണ് മറ്റാൾക്കാർക്ക് എവിടുന്നേലും കേട്ട് അത് ശരിയാണെന്നൊരു ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടി തന്നെ ഞാൻ തന്നെയാണ് വീഡിയോ എൻ്റെ ഫേസ്ബുക്ക് ഒഫീഷ്യൽ പേജിലൂടെ ഞാൻ ഇട്ടത്. മറ്റൊന്നുമല്ല, ഞാൻ ഈ വട്ടത്തെ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ നിയമസഭാ ഇലക്ഷന് ഞാൻ മത്സരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ മത്സരിക്കുന്നില്ല എന്നല്ല, മത്സരിക്കുന്നത് ഞാൻ നോമിനേഷൻ എനിക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് റിജക്ഷൻ വരാനുള്ള സാധ്യത ഹൈ ആണ്. കാരണം ഞാൻ ഓൾറെഡി ചങ്ങനാശ്ശേരിയിൽ മുന്നേ വോട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ചങ്ങനാശ്ശേരിയിൽ എനിക്ക് വോട്ട് ചെയ്യാം, പക്ഷേ എൻ്റെ അഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് നമ്മൾ ചങ്ങനാശ്ശേരി തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തു. അപ്പോൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് അവിടെ നിന്ന് എല്ലാം ശരിയാക്കി തരാമെന്ന് BLO നമ്മളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ എനിക്കറിയത്തില്ല ഇനിയിപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഇപ്പോഴും പലയിടത്തും അത് ആപ്ലിക്കേഷൻ അവിടെ ശരിയായില്ല, ഇവിടെ ശരിയായില്ല, അവിടെ സ്റ്റക്കായി കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ എന്തായാലും ഇതിൻ്റെ മേലധികാരികളോട് നമുക്ക് സംസാരിക്കണമല്ലോ. അറ്റ കൈ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഡെപ്യൂട്ടി കളക്ടറിനെയും കളക്ടർ ചേതൻ സാറിനെയൊക്കെ ഞങ്ങൾ പോയി കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇവർ ഈ പറഞ്ഞിട്ടുണ്ടായിരുന്നു 23 വരെ എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അവരുടെ ഒരു ഇത് പ്രകാരം 15, അതായത് ഈ മാസം 15-ാം തീയതി വരെയേ എന്ത് ചേഞ്ചെങ്കിലും ഉണ്ടെങ്കിലോ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യണമെങ്കിലോ എന്തും നമുക്ക് പുതിയ ചേഞ്ചസ് വരണമെങ്കിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുന്നതൊന്നും തന്നെ ഇപ്പം പറയുന്ന ഡേറ്റിൽ ആകുമെന്ന് ഉറപ്പില്ല. ഇപ്പോൾ എൻ്റേത് അങ്ങനെയാണ് കിടക്കുന്നത്. ഉറപ്പില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ എൻ്റെ ഉള്ളത്. അപ്പോൾ ഉറപ്പില്ലാത്ത അവസ്ഥയിൽ നിന്നുകൊണ്ട് ഞാൻ ഒരു സംഘടനയുടെ, അതും 2020 NDAയുടെ ഭാഗമായിട്ട് ഞാൻ അങ്ങനെ ഉറപ്പില്ലാത്ത രീതിയിൽ ഞാൻ എങ്ങനെ കൊണ്ട് നോമിനേഷൻ കൊടുക്കും? കാരണം ഞാൻ വളരെ ഇപ്പോൾ എല്ലാവരും ചോദിക്കും, ഇത്രയും വലിയൊരു നിയമസഭാ ഇലക്ഷൻ ഇത്ര ലാഘവത്തോടു കൂടിയാണോ കാണുന്നത്? ഒരിക്കലും അല്ല. കാരണം വളരെ വൈകിയാണ്, അതായത് 15-ാം തീയതി എന്ന് പറയുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് പോലും. 13, 12, 13 ആകുമ്പോഴത്തേക്കാണ്. അപ്പോൾ എൻ്റെ മനസ്സിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് മുന്നേ പാർട്ടിയിൽ ഇലക്ഷന് നിന്ന് നമുക്ക് മുന്നേ ഉള്ള എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ എൻ്റെ ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചങ്ങനാശ്ശേരിയിൽ വോട്ട് ചെയ്തതാണല്ലോ, അപ്പോൾ ഇതിനകത്ത് വേറെ തടസ്സങ്ങളൊന്നും വരാനില്ലല്ലോ എന്നൊരു കാഴ്ചപ്പാടായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും, പിന്നെ ഇവിടെ ഇന്നലെയൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയത് മൊത്തത്തിലൊരു എവിടെയോ ഒരു കല്ലുകടി എല്ലായിടത്തും ഉണ്ടായിരുന്നു. അതിനിപ്പം എന്തിൻ്റെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കുഴപ്പമില്ല. ഇനിയിപ്പം ഞാൻ നിന്നിട്ട് നോമിനേഷൻ റിജക്റ്റ് ചെയ്ത് സംഘടനയ്ക്കൊരു പ്രശ്നം ഉണ്ടായി ഒരു പ്രശ്നം ആകുന്നതിലും എത്രയോ നല്ലതാണ് അത് നമ്മളെല്ലാവരും ഒരുമിച്ച് തീരുമാനിച്ചതിനി വേണ്ടാന്ന് വെക്കുന്നത്. സാബു സാറുമായിട്ട് സംസാരിച്ചു. ഞാൻ സാബു സാറിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാനിങ്ങനെ ഇടാൻ പോവുകയാണെന്ന് ഞാൻ സാറിനോട് പറയുകയും ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് പ്രതീക്ഷയോടുകൂടി വന്ന ഒരാളാണ്. ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, ഞാൻ കുറച്ച് നാൾ ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ മാറി നിന്ന് ഇതിൻ്റെ കൂടെ നിൽക്കണം എന്ന് ആഗ്രഹിച്ച്. കാരണം നമുക്കൊരു എന്തെങ്കിലും ഒരു പശ്ചാത്തലം ഇല്ലാതെ, അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഒരു പവറോ ഇല്ലാതെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല. സോ അതിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു ഞാൻ ഈ ഇലക്ഷന് നിൽക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ചിലപ്പോൾ ഇതായിരിക്കില്ല അതിൻ്റെ റൈറ്റ് ടൈം. കുറച്ചും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ റൈറ്റ് ടൈം. ഇനിയും മത്സരങ്ങളുണ്ട്, ഇനിയും ഇലക്ഷൻ വരും. അപ്പോൾ എന്തായാലും അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഉണ്ടാവും. അതിനെന്തായാലും പിന്നെ ഞാൻ എപ്പോഴും എൻ്റെ ഏറ്റുമാനൂർ മണ്ഡലത്തിലുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ഒരു കോള് എനിക്ക് എപ്പോൾ വരുന്നു, നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടെന്ന് ഞാൻ അറിയുന്നു, ഞാൻ ഉണ്ടാവും. അത് ഞാൻ ചുമ്മാ വെറും വാക്ക് പറയുകയല്ല, ഞാൻ ഉറപ്പായിട്ടും എത്തുന്നതായിരിക്കും. അതെന്ത് കാര്യത്തിനാണെങ്കിലും ഞാൻ വളരെ ആത്മാർത്ഥതയോടുകൂടി പറയുന്നത്, എന്തായാലും ഞാൻ ഇറങ്ങിയതാണ്. അപ്പോൾ പിന്നെ അതിനകത്ത് ഞാൻ അവർക്കൊരു അഷുറൻസ് കൂടെ കൊടുക്കേണ്ടതല്ലേ അത്. അപ്പോൾ ഒത്തിരി സന്തോഷം. കാരണം ഞാൻ ഈ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജും ഒരുപാട് കോളുകളും ഒത്തിരി ആൾക്കാരുമാണ് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇന്ന് രാവിലെ ഏറ്റുമാനൂരപ്പൻ്റെ മണ്ണിലാണ് ഇപ്പോഴും ഉള്ളത്. അമ്പലത്തിൽ പോയ സമയത്താണെങ്കിലും എല്ലാം അത്രയും സപ്പോർട്ടായിട്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നത്. അവരോട് എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, എന്നെ നോക്കണ്ട. 2020 NDA എന്ന് പറഞ്ഞ പാർട്ടിയെ നിങ്ങൾ തീർച്ചയായിട്ടും
BJP നിങ്ങൾ നോക്കണം. മറ്റൊന്നുമല്ല, 2020 അത്രയും നല്ല മനോഹരമായിട്ടുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഏറ്റുമാനൂർ മണ്ഡലത്തിലേക്ക് വരുന്നത്. അത് ഞാനായാലും ആരായാലും ആ പദ്ധതി ഇവിടെ ഏറ്റുമാനൂർ മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തിലും ഇത് ആപ്ലിക്കബിൾ ആകുമ്പം ഒരുപാട് സാധാരണ ജനങ്ങൾക്കാണ് അത് ഗുണം ചെയ്യുക. നിങ്ങൾ ഒത്തിരി വർഷമായിട്ട് പല ആൾക്കാർക്കും ഒരുപാട് അവസരം കൊടുത്തു ഇല്ലേ? ഇനി ഒരു വട്ടം 2020 NDAക്ക് ഒരവസരം കൊടുക്ക്. കാരണം അവർ ഒരേ ഒരു വട്ടമാണ്, ഞാൻ രാവിലെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഒരു വട്ടം ഒരു അവസരം കൊടുക്കുക. ഞാനല്ല, ഇനിയിപ്പോൾ ഈ സ്ഥാനത്ത് 2020 NDAയുടെ ആരാണെങ്കിലും അവർക്കൊരു വട്ടം അവസരം കൊടുക്കുക. ഉറപ്പായിട്ടും അതിനുള്ള ഗുണം ഈ പഞ്ചായത്തിലും ഇവിടെയുള്ള പഞ്ചായത്തുകളിലും ഏറ്റുമാനൂർ മണ്ഡലത്തിലും ഉറപ്പായിട്ടും ഉണ്ടാവും കേട്ടോ. ഈ കല്ലുകടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞങ്ങൾ രാവിലെ BJPയുടെ കുറച്ച് നേതാക്കളുമായിട്ട് സംസാരിക്കുമ്പോഴാണെങ്കിൽ, ഏറ്റുമാനൂരിലെ ഒരു നേതാവായിട്ട് സംസാരിക്കുമ്പോഴാണെങ്കിൽ അവർ പറയുന്നത് സ്ഥാനാർത്ഥിയുടെ വിവരങ്ങൾ ഞങ്ങൾക്ക് അറിയില്ല, അവരെന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്നല്ല. ഒരു സപ്പോർട്ട് കുറവുണ്ടായിരുന്നു തുടക്കം മുതൽ. കഴിഞ്ഞ ദിവസം 2-3 ദിവസമായിട്ട് നമ്മളെ BJPയുടെ ആൾക്കാരൊക്കെ വിളിക്കുന്നുണ്ട്. പിന്നെ പുതിയ ഒരാളല്ലേ, അതിപ്പോൾ അവരെ നമ്മൾ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. എന്നാൽ അവരെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. കുറേ വർഷങ്ങളായിട്ട് ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒത്തിരി പ്രവർത്തകരുണ്ട്. അവരുടെ ഇടയിലേക്കാണ് പുതിയ ഒരാളായിട്ട് ഞാൻ വരുന്നത്. അപ്പോൾ അതിപ്പോൾ എനിക്കാണെങ്കിലും ആർക്കാണെങ്കിലും ഒരു പരിധി വരെയൊക്കെ അതിനകത്ത് സ്വരച്ചേർച്ചയില്ലായ്മയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അവരെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം എൻ്റെ പല വേറെ സുഹൃത്തുക്കൾക്കും അവിടെ ഇങ്ങനെ വിളിച്ച സമയത്ത് ഇതിനെപ്പറ്റി അറിയില്ല എന്താണെന്നൊക്കെ പറഞ്ഞു എന്നോട്. പക്ഷെ അതിന് പ്രധാന കാരണം ഇതാണ്. അതിനിപ്പോൾ ഏത് മണ്ഡലത്തിലായാലും അങ്ങനെ ഒരാൾ മത്സരിക്കുന്നില്ല. BJPയുടെ ഒരു ഭാഗത്തു നിന്ന് അങ്ങനെ കൂടെയുള്ള 2020 NDA സ്ഥാനാർത്ഥികൾക്ക് അങ്ങനത്തെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിൻ്റെ കാരണം പുതിയ ആര് വന്നാലും ഇത്രയും വർഷങ്ങളായിട്ട് ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരെ മാറ്റിയിട്ടാണ് നമ്മളെ വെക്കുന്നത്. ഈ മണ്ഡലം പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങളെ വെച്ചുകൊണ്ട് കൂടുതലൊന്നും കിട്ടാൻ പോകുന്നില്ല. നമുക്ക് വാല്യൂ ഉള്ളൊരു ഫേസ് ആയതുകൊണ്ട് അതേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് അവർക്ക് ചെറിയ അരോചകത്വവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നാലും അവരെ കൊണ്ട് പറ്റുന്ന പോലെ BJPയുടെ ആൾക്കാർ, ഇപ്പോൾ ഇവിടുത്തെ കോട്ടയം ജില്ലയുടെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റും അവരൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. നന്നായിട്ട്, കുഴപ്പമൊന്നുമില്ല. ഇപ്പം അഞ്ജന അടക്കമുള്ള ചലച്ചിത്ര താരങ്ങൾ മത്സരത്തിന് ഇറങ്ങിയിരുന്നു. അപ്പോൾ അവരൊക്കെ വരുമ്പോഴും പറയുന്നത് ചലച്ചിത്ര താരങ്ങളെ എന്തിനാണ് മത്സരിപ്പിക്കുന്നത്, അവർക്ക് എന്ത് രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ട് ആണ് എന്നാണ് ഇപ്പോൾ ആലപ്പി അഷ്റഫ് അടക്കമുള്ള ആളുകളൊക്കെ. ഇത് ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് അതിലൊന്നും അർത്ഥമൊന്നുമില്ലെന്നേ. ഇതിപ്പോൾ ഞാൻ പറയുന്നത്, ഒരാൾക്ക് മറ്റൊരാളെ സഹായിക്കാനുള്ള ഒരു മാനസികാവസ്ഥയുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പം ഞാൻ ഈ രാഷ്ട്രീയത്തിൽ വന്നത് ഭയങ്കരമായി രാഷ്ട്രീയം പറയാനോ ഓപ്പോസിറ്റ് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ മോശം പറയാനോ ഒന്നുമല്ല. അതിനൊന്നും ഞാൻ ആളേ അല്ല. കാരണം അതിനുള്ള രാഷ്ട്രീയത്തിൽ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. പക്ഷേ മനുഷ്യനെ സഹായിക്കുക എന്നുള്ള ഒരു സാമൂഹികമായിട്ടുള്ളൊരു സാമാന്യ ഒരു മനുഷ്യൻ്റെ ഒരു കാര്യമാണ്. അപ്പോൾ അത് എന്നിലുണ്ട്. അത് ഈ വന്നിരിക്കുന്ന ആൾക്കാരിൽ കലാകാർക്ക് പ്രത്യേകിച്ചും എല്ലാവരും സഹായിക്കാൻ ഇഷ്ടമുള്ളവരാണ്. പിന്നെ ഇവരെയൊക്കെ ഇപ്പോൾ എന്നെ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ തല എന്തിനു കൊണ്ട് വെക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ 2020 NDA പോലെയുള്ള ഒരു പുതിയ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു സംഘടന വരുന്ന സമയത്ത് പുതിയതായിട്ടുള്ള വേറെ ഏതിപ്പോൾ ഈ പാർട്ടിയിലുള്ള ഒരാളെ വെക്കുന്നതിലും ഫുൾ ആൾക്കാർക്ക് വേഗം ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് ഒരു സെലിബ്രിറ്റിയുടെ ഫേസ് കൊണ്ട് വയ്ക്കുമ്പോഴാണ്. ബാക്കിയുള്ള സപ്പോർട്ടുകൾ മുഴുവൻ 2020 NDAയും BJP എല്ലാവരും തരും. അപ്പോൾ ഒരു പെട്ടെന്ന് ആ സ്ഥലത്തേക്ക് ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടി മാത്രമാണ് വെക്കുന്നത്. ഇപ്പോൾ ഇനോഗ്രേഷൻ എന്തിനാ അവിടുത്തെ ഓണർക്ക് കട്ട് ചെയ്താൽ പോരെ, എന്തിനാ അവിടെ ആൾക്കാരൊന്ന് വരാൻ വേണ്ടിയിട്ടല്ലേ. ആ ഒരു സാധനം മാത്രമേ ഉള്ളൂ. ഈ വരുന്നവർ മുഴുവൻ ഈ കടയിൽ കയറണം നിർബന്ധമുണ്ടോ? ഇല്ല. ഇനോഗ്രേഷന് വരുന്ന ആൾക്കാർ മുഴുവൻ അവരെ കാണാൻ വേണ്ടി വരുന്നു. പക്ഷെ അവർക്ക് നല്ലതെന്ന് തോന്നിയാൽ അവർ തുണിയെടുക്കും. ഞാനിതൊരു ഉദാഹരണത്തിന് വേഗം മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ വന്നൊന്ന് സംസാരിക്കുമ്പോൾ നമ്മളോട് അവർക്ക് ജെന്യൂനിറ്റി തോന്നിയാൽ ഇവളെ കൊണ്ട് പറ്റും അല്ലെങ്കിൽ ഇവനെ കൊണ്ട് പറ്റുമെന്ന് തോന്നിയാൽ ജനങ്ങൾ കൂടെ നിൽക്കും. പഴയ പോലെ പൊട്ടന്മാരൊന്നും അല്ല ജനങ്ങൾ. അവർ കുറേ വർഷങ്ങളായിട്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഒരു മാറ്റം എന്നുള്ളതേ ഉള്ളൂ. ഞാനിപ്പോഴും അതാ പറഞ്ഞു, 2020 മോഡൽ എന്ന പദ്ധതി ഈ ഏറ്റുമാനൂർ മണ്ഡലത്തിലും 2020 NDA വരുന്ന എല്ലാ മണ്ഡലത്തിലും അവിടുത്തെ പഞ്ചായത്തുകളിൽ അത് ആപ്ലിക്കബിൾ ആകുകയാണെങ്കിൽ അതിൽ പരം കേരളത്തിൽ സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റിയ മറ്റൊരു കാര്യമില്ല. ഞാൻ സാധാരണക്കാരെന്ന് പറയുന്നത് അവർക്കാണ് എപ്പോഴും രാഷ്ട്രീയ ആൾക്കാരെയും രാഷ്ട്രീയം കൊണ്ടും അല്ലെങ്കിൽ നമുക്ക് ഹെൽപ്പും വേണ്ടത് സാധാരണക്കാർക്കാണ്. അത് ഞാൻ ഇപ്പോഴും പറയുന്നു, എപ്പോഴും പറഞ്ഞു. സാധാരണക്കാരുടെ ആവശ്യം അതിവിടെ ഏറ്റുമാനൂരായാലും ഇനിയിപ്പോൾ അതുപോലെ കോട്ടയത്തായാലും ചങ്ങനാശ്ശേരിയിലായാലും അങ്ങ് പാലക്കാടായാലും കണ്ണൂരായാലും കാസർഗോഡായാലും സാധാരണക്കാരുടെ ആവശ്യങ്ങളെല്ലാം അതെല്ലാം ഒറ്റ കാരണങ്ങളായിരിക്കും. ഒന്നെങ്കിൽ ഭക്ഷണം, അല്ലെങ്കിൽ അവരുടെ താമസം, അല്ലെങ്കിൽ കുടിവെള്ളം. ഇതൊക്കെ തന്നെയല്ലേ. ഇതൊക്കെ തന്നെ എവിടെ പോയാലും ഉള്ളൂ. ഇതൊക്കെ തന്നെ ചുറ്റിനും ഉള്ളൂ. അതൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഭയങ്കര സുരക്ഷിതമായിട്ടുള്ള ഒരു പദ്ധതിയാണ് 2020. അപ്പോൾ അത് എല്ലായിടത്തും ആപ്ലിക്കബിൾ ആവട്ടെ. ഈ ഒരു ഇലക്ഷൻ കഴിയുന്നതോടുകൂടി
ഒരു വട്ടം ഞാൻ ഏറ്റുമാനൂർ മണ്ഡലത്തിലുള്ളവരുടെ വന്ന് ഒരു വട്ടം 2020 NDAക്ക് നിങ്ങളൊരു അവസരം കൊടുക്കുക കേട്ടോ. ഈ ലക്ഷ്മി ചേച്ചിയുടെ കാര്യം അങ്ങനെ തന്നെയാണ്. ലക്ഷ്മിപ്രിയ മത്സരിക്കുന്നില്ല എന്ന തരത്തിലൊക്കെ വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ടായിരുന്നു. ലക്ഷ്മി ചേച്ചി വിളിച്ചിരുന്നോ? ഞാൻ ലക്ഷ്മി ചേച്ചിയെ വിളിച്ചിരുന്നു. ഇങ്ങനെ എന്തൊക്കെയോ കുറേ ചേച്ചിക്ക് കുറേ വോട്ടിങ് എവിടെയോ ചേച്ചിയുടെ പേരും മറ്റേ ചേച്ചി ഇതിനു മുന്നേ എന്താ പറയുക വോട്ട് ചെയ്തതിൻ്റെ പോലും ഡീറ്റെയിൽസ് കിട്ടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു എന്തായാലും എല്ലാം നല്ലതിന് വരട്ടെ എന്ന് തന്നെ ഇന്നലെ രാത്രി സംസാരിച്ചപ്പോൾ പറഞ്ഞു. അപ്പോൾ അപ്പോഴും പോലും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല. കാര്യം എൻ്റെ കാര്യങ്ങളെല്ലാം ഓക്കെ ആണല്ലോ. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഇവിടെ വന്ന് ഭഗവാനെ തൊഴുത് കാര്യങ്ങൾ എടുത്തത്. അപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നത്. എന്തായാലും എല്ലാം നല്ലതിന്, സംഭവിച്ചതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന് കരുതാനാണ് എനിക്കിഷ്ടം. എല്ലാവരും 2020 NDA അതുപോലെ BJPക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വേറൊന്നുമല്ല, കുറേ കാലമായിട്ടേ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. വേറൊരു സ്ഥാനാർത്ഥി ഇവിടെ വന്നാലും പ്രചാരണങ്ങൾക്കൊക്കെ ഞാൻ എന്തായാലും ഒന്ന് രണ്ട് വട്ടം ഞാൻ എന്തായാലും പ്രചാരണത്തിന് മെയിനായിട്ടുള്ള പരിപാടിയിൽ ഞാൻ ഉറപ്പായിട്ടും വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തായാലും ആഗ്രഹിച്ചതും എല്ലാമാണ് ഇത്. അപ്പോഴത്തേക്കിനും എന്തായാലും എനിക്ക് അത് വളരെ സന്തോഷത്തോടുകൂടി തന്നെ ആരായാലും അവരോട് സപ്പോർട്ട് ചെയ്ത് നിൽക്കണം. ഇതൊരു SFI കാരിയാണ് BJPയിലേക്ക് വരുന്നത്. അതെ SFI കാരിയെന്നപ്പുറം കമ്മ്യൂണിസം എനിക്കിഷ്ടമാണ്. ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്, കമ്മ്യൂണിസം എനിക്കിഷ്ടമാണ്. അതിപ്പോൾ ഞാൻ പറയുന്നു, എല്ലാവരും ഒരുമിച്ചിരുന്ന് ഷെയർ ചെയ്ത് ഭക്ഷണം കഴിക്കുന്നത്, അത് ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു കമ്മ്യൂണിസം നല്ലതാണ്. അത് ഇന്ന രാഷ്ട്രീയത്തിന് മാത്രമേ കമ്മ്യൂണിസം പാടുള്ളൂ എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ പ്രവർത്തനമൊക്കെ ഉള്ളിലുണ്ട്. അത് എന്നും ഉണ്ടാവും, ഇനി മുന്നോട്ടും ഉണ്ടാവും. പകരം ഏതെങ്കിലും താരങ്ങളായിരിക്കും വരാൻ പോകുന്നത്? ഒന്നും അറിയത്തില്ല, എനിക്കറിയാം. പക്ഷേ എനിക്കത് പേര് വെളിപ്പെടുത്താനും നമ്മൾ ഓൾറെഡി കാൻഡിഡേറ്റ് നമ്മുടെ ഇത് നോമിനേഷൻ വെക്കുമ്പോൾ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് കാൻഡിഡേറ്റിനെ നമ്മൾ വെക്കുമല്ലോ, അവർ തന്നെയാണ്. അല്ല, താരങ്ങളല്ല, സബ്സ്റ്റിറ്റ്യൂട്ട് കാൻഡിഡേറ്റ് ആണ്. താരങ്ങളാണോ എന്താണോ ഏത് മേഖലയിലുള്ളതാണെന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അത് ഒഫീഷ്യലായിട്ട് അവർ തന്നെ അനൗൺസ് ചെയ്തോളൂ. താങ്ക് യു. എന്ത് വിഷമാ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. നാളെ ഞാൻ എങ്ങോട്ട് പോകണമെന്നില്ല. ഞാൻ ഇവിടെ തന്നെയാണ്. എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നിയാണ് എനിക്ക് വിഷമം. ഞാൻ ഭയങ്കര സപ്പോർട്ടായിട്ടാണ് 2020 NDAയുടെ ഒപ്പമുള്ളത്. കാരണം ഇനിയും വരുന്നുണ്ട് മത്സരങ്ങൾ, ഇവിടെ തന്നെയുണ്ട്. ഇപ്പോൾ എനിക്കിപ്പോൾ പറയാനൊരു സപ്പോർട്ടിനൊരു സജീവമായ രാഷ്ട്രീയത്തിലേക്ക് പിന്നെ ഉണ്ടാവും. എന്ന് വെച്ച് നാളെ മുതൽ ഞാൻ കൊടിയും പിടിച്ചിറങ്ങും എന്നല്ല. ഞാൻ കൊടിയും പിടിച്ചിറങ്ങുന്നതിന് മോശമായിട്ടല്ല പറയുന്നത്. അതൊക്കെ വലിയ മനസ്സും വലിയ സംഭവമുള്ളവർക്ക് മാത്രമേ അങ്ങനെയൊക്കെ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷേ എന്നാലും ഞാൻ ഉണ്ടാവും.